ഹലോ, നമ്മളിന്ന് കാടമുട്ട തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മുട്ട പുഴുങ്ങാൻ വെക്കാം. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാമേ. കടുകിട്ട് കറിവേപ്പിലയും ഇട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിടാമേ. ഇനി നമ്മളിതിനകത്തേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാമേ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ മുട്ട ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഈ തേങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടി. അപ്പം നമ്മുടെ ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാടമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമേ. അപ്പം നമ്മളിതാ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണേ. യോജിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത പുതിയ റെസിപ്പി ആയി നമുക്ക് വീണ്ടും കാണാം.